ഉല്ലാകാസ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഉല്ലാകന്ദ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 12,000 അടി 12 കിലോമീറ്ററുകളോളം ദൈർഘ്യമേറിയതാണ് ഉല്ലാകന്ദ ട്രെക്കിംഗ്. ഉല്ലാകാസ് എന്ന ഗ്രാമം ട്രെക്കിംഗ് തുടങ്ങിയതിന് ശേഷവും ഏകദേശം 4 കിലോമീറ്റർ മുകളിൽ വരെ ഗ്രാമനിവാസികൾ താമസിക്കുന്നു. ഗ്രാമത്തിലെ അവസാനത്തെ വീടിന് ശേഷമാണ് യഥാർത്ഥ കാട് ആരംഭിക്കുന്നത്. ബാക്കിയുള്ള കാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളതുമായിട്ടാണ് ഉല്ലാകന്ദ കാടുകൾ ഫീൽ ചെയ്തത്. ദ ലാസ്റ്റ് ജംഗിൾ എന്ന ബോർഡും വഴിയിലൂടെ ഉടനീളം കാണാം. അമർനാഥ്, കേദാർനാഥ് ബാക്കിയുള്ള ട്രക്കിംഗ് സ്പോട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തവും വളരെ നീറ്റുമാണ് ഈ ട്രക്കിംഗ് സ്പോട്ട്. ബിക്കോസ് ബാക്കിയുള്ള ട്രക്കിംഗ് സ്പോട്ടുകളിൽ പോലെ കുതിരകളോ ബാക്കിയുള്ള വണ്ടികളോ ഇവിടെ അലോഡല്ല. വളരെ പ്രൊട്ടക്റ്റഡായ ഫോറസ്റ്റ് ഏരിയയാണിത്. അതുപോലെ തന്നെ അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. വളരെ ജാഗരൂകനായി ചുറ്റുപാട് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു യാത്ര. എന്നിരുന്നാലും ആപ്പിൾ മരങ്ങളും പൈൻ മരങ്ങളും കണ്ണെത്താ ദൂരത്തെ മഞ്ഞുമലകളും അരുവികളും കാടും ഈ ട്രക്കിങ്ങിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഉല്ലാകന്ദ ട്രക്കിംഗ് ഒരിക്കലും ഒരാൾക്കും ഒരു ട്രക്കിംഗ് സ്പോട്ട് മാത്രമായിരിക്കില്ല. ഇതൊരു ആത്മീയമായ ഒരു യാത്ര കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്ന് താമസിച്ച് ഭഗവാന്മാരെ ധ്യാനിച്ച സ്ഥലവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ ഉത്തരങ്ങൾ തേടി വരുന്നവർക്കും ഈ യാത്ര ഒരു മുതൽക്കൂട്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിമാലയൻ മലനിരകളിലെ പൂക്കളും ചെടികളും അരുവികളും മണ്ണും മഞ്ഞും മനസ്സിനും ആത്മാവിനും കുളിരണിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ഈ യാത്രയിലൂടെ എനിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി ചെറുപ്പം മുതലേ ഹിമാലയത്തിലെ അത്ഭുത കഥകൾ കേട്ട് വളർന്ന് ഹിമാലയത്തിൽ പോകണമെന്ന് കൊതിച്ച്, എന്നാൽ ഇനി ഒരിക്കലും ഹിമാലയത്തിൽ പോകാൻ പറ്റില്ല ഈ ജന്മം എന്ന് ഉറപ്പുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരു പിടി ഹിമാലയത്തിലെ മണ്ണ് കൊണ്ടുകൊടുക്കാൻ എന്നോട് ഒരിക്കൽ ആവശ്യപ്പെട്ടു. അത് ഈ യാത്രയിലൂടെ എനിക്ക് സാധ്യമായി. വെയിലും മഞ്ഞും മഴയും മഞ്ഞുവീഴ്ചയും കാറ്റും അങ്ങനെ പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും അനുഭവിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ഈ യാത്ര. ഒരു ഓൾ ഇൻ വൺ പാക്കേജ് എന്ന് തന്നെ ഉല്ലാകന്ദ ട്രക്കിങ്ങിനെ കുറിച്ച് പറയാം. അങ്ങനെ പ്രകൃതിയുടെ എല്ലാ ഭാവ വ്യത്യാസങ്ങളും അനുഭവിച്ചുകൊണ്ട് അവസാനം ഉല്ലാകന്ദ ടോപ്പിലേക്ക് ഞാൻ എത്തി. മഞ്ഞുരുകി ഒഴുകുന്ന നദിയും മഞ്ഞുമലകൾ തട്ടിത്തലോടി വരുന്ന കാറ്റിൻ്റെയും ശബ്ദം മാത്രം പഞ്ചപാണ്ഡവരുടെ ഭക്തിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലം. പർവ്വത ചെരുവിൽ നിന്ന് കിട്ടിയ പൂക്കളെ ആരാധിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഞാനും അല്പസമയം പ്രാർത്ഥിച്ചു. ശേഷം കാഴ്ചകളിലെ ഭംഗിയിൽ ഞാൻ മുഴുകി. കുട്ടികളൊഴിച്ച് സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും ട്രക്കിംഗ് ചെയ്യാനെത്തിയിരുന്നു. മഞ്ഞ് കണ്ട സന്തോഷത്തിൽ ഒരുപാട് സമയം മഞ്ഞിൽ കളിച്ചു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പക്ഷേ സമയം വൈകുന്തോറും ഓക്സിജൻ്റെ അളവും വളരെ കുറഞ്ഞു വരുന്നതായി ഫീൽ ചെയ്തു. കണ്ണിലേക്ക് ചെറുങ്ങനെ ഇരുട്ട് കയറാൻ തുടങ്ങി, തല കറങ്ങാൻ തുടങ്ങി. അധിക സമയം അവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലായി. മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും നന്മയുള്ള ഒരുപാട് മനുഷ്യന്മാരെയും സമ്മാനിച്ച ഈ യാത്ര, ഒരു ആത്മീയ യാത്ര മനസ്സിനെ ഒരുപാട് സംതൃപ്തിപ്പെടുത്തി.
വീണ്ടും ഒരുപാട് തവണ വരണം എന്ന ആഗ്രഹം മനസ്സിൽ ബാക്കി വെച്ച് മനസ്സില്ലാ മനസ്സോടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു.